Hi all, Assalamu alaikum. Welcome back to another video. നമ്മൾ ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. ചക്ക ഇപ്പോൾ സുലഭമാണല്ലോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു കിട്ടാൻ ഒരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ചക്കക്കുരു ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് ട്ടോ ഇത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തൊലിയോട് കൂടിയിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 20ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 10 ചക്കക്കുരുവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 ചക്കക്കുരു മതി. അതിലേക്ക് ആവശ്യത്തിന് പാല് കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 ചക്കക്കുരുവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാൽ യൂസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 10 ചക്കക്കുരുയുടെ മെഷർമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 20 ചക്കക്കുരു കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ചക്കക്കുരു നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാവോനരി ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ചൗവരി ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെള്ളം ആദ്യം ഒന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചൗവരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. 1/2 ലിറ്റർ പാലിൻ്റെ മെഷർമെൻ്റ് അല്ലേ. അപ്പം 1/2 കപ്പ് ചൗവരിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചൗവരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചവരി ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവായ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചവരി വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത്രയും മതിയാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം കേട്ടോ. നമ്മൾ ചവരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളവും അതുപോലെ തന്നെ നമ്മൾ പാലിലുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കുറുകി കിട്ടണം. അപ്പം ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചവരി ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാല് ഒന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരുയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ചക്കക്കുരുൻ്റെ പേസ്റ്റ്, അതായത് നമ്മൾ 20 ചക്കക്കുരുയുടെ പേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊന്നും പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതാണ് കേട്ടോ ഇതിലേക്ക് കറക്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്നും പകുതി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ചക്കക്കുരുയുടെ ആ ഒരു ടേസ്റ്റും നമ്മുടെ പാലിലോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ചക്കക്കുരും പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പൊടിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് പായസം തണുക്കുന്ന സമയത്ത് ഇതൊന്ന് ഒഴിവാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് നേരിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്ലേവർ നമ്മുടെ പായസത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും കേട്ടോ. അതുകൊണ്ട് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാഷ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിയും ഉണക്കമുന്തിരിയും കാഷ്യൂ ബദാമും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് വറുത്തിട്ട് നമ്മുടെ പായസത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പായസമാണ്. നമ്മളിതിൽ സാവോനരി ഇട്ട് കൊടുത്തോണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാവുകയും ചെയ്യും. അതുണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. നമ്മൾ വീട്ടിൽ സാധാരണയായിട്ടുണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി മാറ്റി കാണാം. താങ്ക് യു.